ഉത്സവങ്ങളും ആഘോഷങ്ങളെയും സഹായിക്കുക എന്നുള്ളത് ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. ഇതേ ശബരിമലയിൽ തന്നെ ഒരു 4 കിലോ സ്വർണം കാണാതായിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമം ഒരു ചരിത്ര സംഭവമാകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഈ സംഗമത്തിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം ശബരിമലയുടെ സമഗ്ര വികസനമാണ്. ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, ആഗോളതലത്തിൽ നിന്ന് തന്നെ ലക്ഷക്കണക്കിന് വരുന്ന തീർത്ഥാടകരാണ് മണ്ഡല മകരവിളക്ക് സമയത്ത് വരുന്നത്. ശബരിമലയുടെ തീർത്ഥാടന ഭക്തരുടെ എണ്ണം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അപ്പോൾ അദ്ദേഹം സൂചിപ്പിച്ച മന്ത്രി എല്ലാ വർഷവും കൃത്യമായി ശബരിമലയിൽ വരുന്ന ഒരു അയ്യപ്പ ഭക്തനാണ്. ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ ശബരിമലയിൽ എത്തുന്ന ഒരു സംസ്ഥാനം എന്ന നിലയിലാണ് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ആളുകളെ ഈ അയ്യപ്പ സംഗമത്തിലേക്ക് ക്ഷണിച്ചത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രമല്ല, മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും എല്ലാം തന്നെ ഇപ്പോൾ ഡൽഹിയിലെ ലഫ്റ്റനൻറ്റ് ഗവർണർ വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലെ പ്രധാനപ്പെട്ട വ്യക്തികൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് നിന്ന് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയിൽ മാത്രം നമ്മുടെ ചർച്ച ഒതുങ്ങരുത്. തമിഴ്നാട് സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള നിലപാടുകളുണ്ട്. പക്ഷേ ശബരിമല ഭക്തൻ എന്ന നിലയിൽ എല്ലാ വർഷവും അവിടെ സ്ഥിരമായി വരുന്ന ഒരാളെന്ന നിലയിലാണ് അവിടുത്തെ മന്ത്രി ശബരിമലയിൽ വരുന്നത് എന്ന് നമ്മൾ കാണണം. ഞാൻ ഈ ചരിത്ര സംഭവമാകും എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഭക്തരുടെ കൂട്ടായ്മയിലൂടെ ഒരു സംഗമം ചേർന്നിട്ടുള്ളത്. ഇന്ത്യാ ചരിത്രത്തിൽ ഇതിനു മുമ്പ് അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം ഒരു ഗൂഢലക്ഷ്യവുമില്ല. സർക്കാരിനെ സംബന്ധിച്ച് സർക്കാരല്ല ഈ പരിപാടി നടത്തുന്നത്. ഇത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ് ഈ പരിപാടി നടത്തുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വന്നിട്ട് 75 വർഷം പൂർത്തിയാവാൻ പോവുകയാണ്. 950-ലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിലവിൽ വരുന്നത്. അതിൻ്റെ പ്ലാറ്റിനം ജൂബിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഒരു വർഷത്തിന് മുമ്പെടുത്ത തീരുമാനമാണ്. അത് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ സംഗമം നടത്തുന്നതിൻ്റെ ലക്ഷ്യമെന്താണ്? ശബരിമലയുടെ സമഗ്ര വികസനം മാത്രമാണ്. ഇത് CPM-ൻ്റെ പരിപാടിയല്ല. അതിൽ ദേവസ്വം ബോർഡിന് സഹായിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇത്രയും ആളുകൾ വരുമ്പോൾ, അല്ലെങ്കിൽ ശബരിമല തീർത്ഥാടനം മാത്രമല്ല, എല്ലാ ഉത്സവങ്ങളും ആഘോഷങ്ങളെയും സഹായിക്കുക എന്നുള്ളത് ഒരു ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. തീർച്ചയായും. അപ്പോൾ അത് ഇത് ആത്മാർത്ഥമായിട്ടുള്ളൊരു പറച്ചിലായി തന്നെ ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ പ്രശ്നം എവിടെ വരുന്നതെന്ന് വെച്ചാൽ, ഇതേ ശബരിമലയിൽ തന്നെ ഒരു 4 കിലോ സ്വർണം കാണാതായിട്ടുണ്ട്. എല്ലാം സഹായിക്കലാണ് എന്ന് പറയുമ്പോൾ ഇതൊക്കെ എടുത്തു പറയേണ്ടി വരും.